ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചമ്മന്തിയുടെ റെസിപ്പി കേട്ടോ. ചമ്മന്തിയൊക്കെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? നമ്മുടെ ചോറിനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പലർക്കും നമ്മുടെ ഈ റെസിപ്പി അറിയായിരിക്കും, എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ചമ്മന്തിക്ക്. ഈ ഒരൊറ്റ കറി മാത്രം മതിയാവും ഒരു പ്ലേറ്റ് ചോറ് നിറയെ കഴിക്കാനായിട്ട്. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. മാത്രമല്ല റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പമാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ ഈ ചമ്മന്തി റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ചമ്മന്തി റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലിപ്പത്തിലുള്ള പുളിയൊന്നും വേണ്ട കേട്ടോ. ഇതേപോലെ ചെറിയൊരു പുളി മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യമേ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പുളിയൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും പുളി മാത്രം എടുത്താൽ മതി. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളിയും അതേപോലെ തന്നെ വറ്റൻമുളകും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറായിട്ട് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 20 ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചുമന്നുള്ളിയാണ് 20 എണ്ണം എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ നമ്മുടെ വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അതൊരു 15-16 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിപ്പം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 15 എണ്ണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 17 എണ്ണം, നമുക്ക് അത്രയും എടുക്കാം. ഇനി ഇത് രണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ഒതുക്കി ചതച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക്. ഇതേപോലെ വേണം ഒന്ന് ചതച്ചെടുക്കാനായിട്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒരുപാട് അരച്ച് പേസ്റ്റ് ഒന്നും പോലെ ആക്കരുത്. ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഒതുക്കി ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നാൽ മാത്രം മതിയാവും. മിക്സിയുടെ ജാറിലാണെന്നുണ്ടെങ്കിൽ പണി എളുപ്പം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിക്കല്ലുണ്ടല്ലോ, അതിനകത്താണെങ്കിലും നല്ലതുപോലെ തന്നെ ഇതേപോലെ ഇങ്ങ് ചതച്ചെടുത്താൽ മാത്രം മതിയാവും. ഇതാകുമ്പോൾ എളുപ്പത്തിൽ ഇങ്ങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ നമ്മുടെ ഈ ചമ്മന്തിക്ക് ചേർക്കാനായിട്ട്, വേറൊന്നും ചേർക്കരുത്. നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചൂടായി കഴിയുമ്പോൾ വെക്കാനായിട്ട്. ഇനി നമ്മുടെ ഈ ഉള്ളിയും മുളകും നമ്മുടെ വെളിച്ചെണ്ണ കിടന്നുകൊണ്ട് നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വരണം. നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞതുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം, ഇല്ലാതെങ്കിൽ ആ പുളിയേപ്പാടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഞെരടിയിട്ട് ഞാൻ ആ പുളിയേപ്പാടെ തന്നെയാണ് അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഇടയ്ക്ക് പുളിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പുളി ചേർക്കുന്നത്. അപ്പോൾ പുളി ചേർക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ഞെരടി പിഴിഞ്ഞ് ആ വെള്ളം മാത്രം അങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി ശരിക്കും ഒന്ന് ചൂടായിട്ട് വരണം. അതിനുശേഷം നന്നായിട്ടൊന്ന് വാടി വെള്ളമൊക്കെ ഒന്ന് വറ്റി ശരിക്കും ഒന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങ് വരണം. ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ഒരു ചെറിയൊരു തണ്ട് കറിവേപ്പില കൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെറിയൊരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നത് ഈ ഒരു പരുവത്തിലാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്താൽ മാത്രം മതിയോ. അപ്പോൾ ഞാൻ 2 തണ്ട് കറിവേപ്പിലയോട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എല്ലാം ഒന്നും കൂടി ഒന്ന് ചൂടായതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തി തന്നെയാണ്. നമ്മുടെ ഉള്ളിയുടെയും പുളിയുടെയും അതേപോലെ തന്നെ വറ്റൻമുളകിൻ്റെ എരിവൊക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടത് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ചമ്മന്തി നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടുന്ന് ആറി കഴിയുമ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. പിന്നെ ചൂടോടെ കൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. സാധാരണ നമ്മൾ ഉള്ളിക്കല്ലിലൊക്കെ വെച്ച് ഒന്ന് ചതച്ചെടുക്കുമ്പോൾ ഇത്രയും ചൂടോട് കൂടിയിട്ടൊന്നും അല്ലല്ലോ കഴിക്കുന്നത്. ചോറിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ്. വേറെ ഒരു കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരൊറ്റ കറി മാത്രം മതിയാവും കേട്ടോ. കൂടെ തന്നെ ഒരു അച്ചാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ വറ്റൽമുളക്. ഇല്ല പുളിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുളിയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുമന്നുള്ളി എടുക്കുന്ന കാര്യം മറന്നു പോകരുത്. അതിന് പകരമായിട്ട് നമ്മുടെ സവാള ഒന്നും എടുക്കരുത് കേട്ടോ. ചുമന്നുള്ളി തന്നെയാണ് നമ്മുടെ ഈ ചമ്മന്തിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ.
അപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് വേറെയും ഒരുപാട് കറി റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. ഇതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന കറികളാണ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കുക. കൂടെ തന്നെ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്കിപ്പോൾ ഇതുപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.